നിരവധി അവാർഡുകളാണ് വാരിക്കൂട്ടിയത്. അതിനോടൊപ്പം തന്നെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കാവുന്ന മറ്റൊരു നേട്ടം കൂടിയുണ്ട്. വേടനാണ് മികച്ച ഗാനരചയിതാവിനുള്ള ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആദ്യം കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പം യുവതലമുറയുടെ ഒരു ശബ്ദം അതാണ് താങ്കളുടെ വരികളിലൂടെ എല്ലാവർക്കും കേൾക്കാൻ സാധിച്ചതെന്നാണ് പ്രകാശ് രാജ്, ജൂറി ചെയർമാൻ, പറഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാരുടെ എഫേർട്ടാണ് ആ പടം. അപ്പോൾ ആ സിനിമയ്ക്കും ഒരുപാട് പുരസ്കാരങ്ങൾ തേടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല എഴുത്തിനുള്ള അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സന്തോഷത്തിലാണ് ഞങ്ങൾ. വേടൻ്റെ ഓരോ വരികളും ഓരോ ആളുകളും എല്ലാ സമയങ്ങളിലും ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗാനം അത് ഒരു ഒന്നൊന്നര ഗാനമാണ് ശരിക്കും. അത് പടം ജനകീയമായിട്ടൊരു പടം കൂടിയായിരുന്നു. അപ്പോൾ പടത്തിൻ്റെ ഒരു വിജയം കൂടി ആ പാട്ടിനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. നമുക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെ എല്ലാ ക്രൂവിനോടും, പ്രത്യേകിച്ച് ചിദംബരം ചേട്ടനോട് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് സന്തോഷത്തിലാണ്. ആ വരികൾ ഒരിക്കലും എത്ര മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ കഴിയാത്ത, മനസ്സിനെ കുത്തിക്കൊണ്ടിരിക്കുന്ന വരികളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ വരികളിലേക്ക് എത്തിയത്? നമുക്ക് ഓൾറെഡി പടത്തിൻ്റെ ഒരു സിംഗിൾ ലൈൻ എനിക്കറിയാമായിരുന്നു. പിന്നെ പുള്ളിക്കാരന് ആവശ്യമുള്ളത് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു, ഇന്നതാണ് വേണ്ടത്. പിന്നെ എൻ്റെ കുഞ്ഞു വായനകൾക്കൊക്കെ നന്ദി. അതിൻ്റെ വായനകളാണ് ഇങ്ങനെ എഴുതാനൊക്കെ ഒരുപാട് സഹായിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ, അതുപോലെ തന്നെ സൗഹൃദത്തിൻ്റെ എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ളതാണ്. അതിനോടൊപ്പം തന്നെ അതിൽ ഈ പാട്ടിനൊരു വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ചിത്രത്തിൻ്റെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഒരു ഗ്രാവിറ്റി കൂട്ടുന്നതിനും ഈ ഒരു വരികൾ ശരിക്കും വലിയൊരു ഘടകമായിട്ടുണ്ട് ശരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗാനം ആളുകളിലൊക്കെ വളരെയധികം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനവിടെ എങ്ങനെയാണ്? ഞാൻ ഹാപ്പിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു പിന്നെ ഞാനൊരു ന്യൂ കമറും കൂടിയാണ് ഈ ഒരു ഏരിയയിലേക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവാർഡ്, സ്റ്റേറ്റ് അവാർഡ്, വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരിക്കും എത്രാമത്തെ ഗാനാണ് സിനിമയിൽ എഴുതിയ? എത്രാമത്തെ ഗാനാണ്? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നാലും ഞാൻ വിരലുണ്ടാവുന്ന പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പം അതിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ആ വരികൾ രണ്ടുപേരും ഒന്ന് പറയാം. പിടിച്ചതെല്ലാം പുലിവാലിടാ, കാണ്ട മൃഗത്തിൻ്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ. താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനുണ്ട്. വേടൻ ഇവിടെ തൃശ്ശൂരിലെ വീട്ടിലാണ്. ഇനി ഒരുപാട് പരിപാടികളും ഒക്കെയായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതിനോടൊപ്പം ഒരു തിളക്കം തന്നെയാണ് തൃശ്ശൂരിൽ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മികച്ച ഗാനം, അത് മഞ്ഞുമൽ ബോയ്സിലെ ആ ഗാനത്തിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് എല്ലാവരും. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.